വീണ്ടും ആംബുലൻസുകൾ എത്തുകയാണ്. അതിലുള്ളവർക്ക് പേരില്ല. കുഴിമാടത്തിൽ അമർന്നു കഴിയുമ്പോൾ അവർക്ക് മുകളിൽ പതിയും അടയാളക്കല്ലിൽ കറുത്ത മഷിയിൽ ചാലിച്ച ഒരു നമ്പർ. അതാണ് ഇനി അവരുടെ മേൽവിലാസം. ആ മേൽവിലാസത്തിൽ DNA പരിശോധനയുടെ ഒടുവിൽ ആ ബന്ധുക്കൾ എത്തിച്ചേർന്നേക്കാം. ആശുപത്രിയിലെത്തി ഞാൻ കണ്ടത് പ്രിയപ്പെട്ടവനെ ആയിരുന്നല്ലോ എന്നോർത്ത് കരഞ്ഞേക്കാം. അന്നെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിലപിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ ആ മനുഷ്യർ ഒറ്റയ്ക്കാണ് മടങ്ങുന്നത്. ഉറ്റവരൊക്കെ ആശുപത്രിയിലോ ക്യാമ്പിലോ ഒക്കെ ഉണ്ടാകാം. അവർക്കാർക്കും അവരാരാലും തിരിച്ചറിയപ്പെടാൻ കഴിയാതെയാണ് ആ മനുഷ്യർ പുത്തുമലയുടെ താഴ്വാരത്തിൽ 6 അടി മണ്ണിലേക്ക് നീങ്ങുന്നത്. കൂടുതൽ പേർ എത്തുകയാണ്. ഇതുവഴിയൊക്കെ നടന്നുപോയ മനുഷ്യരാണ്. ഇതുവഴിയൊക്കെ പലതവണ പോയ മനുഷ്യരാണ്. അവരൊക്കെ ഇപ്പോൾ ചേതനയിട്ട ശരീരങ്ങളായ ആംബുലൻസിനുള്ളിൽ കഴിഞ്ഞ 7 ദിവസത്തെ ഫ്രീസറിലെ മരണത്തണുപ്പിൽ കിടന്ന് വരികയാണ്. ഒന്നിനു പിന്നാലെ ഒന്നായി ഓരോരുത്തരായി അന്ത്യവിശ്രമത്തിനായുള്ള യാത്രയിൽ. കാത്തുകിടക്കുന്ന ഈ വഴികൾ അവർക്ക് പരിചിതമാണ്. വഴിയോരങ്ങളിലെ തേയിലക്കാടുകൾ അവർക്ക് പരിചിതമാണ്. പക്ഷേ ആ തേയിലക്കാടുകൾക്കോ അതുവഴി നടന്നു നീങ്ങുന്ന മനുഷ്യർക്കോ ആംബുലൻസിനുള്ളിലുള്ള അതിലുറങ്ങുന്ന ആ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രകൃതി അവരെ മുഖമില്ലാത്തവരാക്കി, ശരീരമില്ലാത്തവരാക്കി, തിരിച്ചറിയാൻ കഴിയാത്തവരാക്കി. അങ്ങനെ അവരെ ഒരു അടയാളക്കല്ലിന് താഴേക്ക്, മണ്ണിനടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തിരിച്ചറിയാതെ കിടക്കുന്ന മനുഷ്യർ, അപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ. യന്ത്രക്കൈകൾ മണ്ണ് കോരി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. പലയിടങ്ങളിലായി ഇതേ യന്ത്രക്കൈകൾ തിരയുകയാണ് മണ്ണിനടിയിൽപ്പെട്ട കൂടുതൽ മനുഷ്യരുണ്ടെന്ന തിരിച്ചറിവോടെ. ഓരോ കോരിയിലും മണ്ണ് വകഞ്ഞു മാറ്റുമ്പോഴും അവിടെയൊന്നും പ്രിയപ്പെട്ടവരെ കിട്ടുന്നില്ല എന്ന വിഷമത്തോടെ മുണ്ടക്കൈയിൽ നിൽക്കുന്നുണ്ട് മനുഷ്യർ. ചൂരൽമലയിൽ നിൽക്കുന്നുണ്ട് മനുഷ്യർ. മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ചാലിയാറിൻ്റെ കരയിൽ നിന്ന് കിട്ടുന്ന മൃതദേഹ ഭാഗം അത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതാണോ എന്ന് ആന്തലോടെ ക്യാമ്പിലിരുന്ന് ആധിപ്പെടുന്നുണ്ട് മനുഷ്യർ. പലതരം മനുഷ്യരുടെ, പലതരം സങ്കടങ്ങളുടെ ഒരു മിശ്രണം. അതുപോലെയാണ് ഓരോ തരി മണ്ണും ആ കുഴിമാടങ്ങളിലേക്ക് വന്നു വീഴുന്നത്. പരിചിതരായ മനുഷ്യരായിരിക്കാം മണ്ണ് കോരിയിടുന്നത്. പക്ഷേ അതിലെടുത്തു വെച്ച മൃതദേഹത്തെ അതാരുടേതെന്ന് തിരിച്ചറിയാൻ അവർക്ക് പോലും കഴിയുന്നില്ല. അല്ലമീൻ ഭൂമിയിൽ ഓരോ പൊട്ടുപോലെയാണ് ദൂരക്കാഴ്ചയിൽ ആ കുഴിമാടങ്ങൾ. ആ കുഴിമാടങ്ങളിൽ ഉറങ്ങുന്ന ആളുകളെ അറിയാവുന്ന മനുഷ്യരാണ് ആ ചുറ്റുപാടും അവിടെ പ്രാർത്ഥന നടന്ന താൽക്കാലിക ഷെഡിന് താഴെയൊക്കെ നിൽക്കുന്നത്. തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ എന്ന് മനസ്സിൽ വിഷമത്തോടെ പറയുന്നുണ്ടാവും അവർ. എല്ലാവർക്കും എല്ലാവരെയും അറിയാവുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തെ മനുഷ്യർ ഭൂമിയിൽ ഓരോ മുറിപ്പാട് പോലെ ഉണ്ടാക്കിയ ആ കുഴിമാടങ്ങളിലേക്ക് ഒന്നു ചേർന്ന് വിശ്രമിക്കാൻ എത്തുകയാണ്. ആംബുലൻസുകൾ കൂടുതലായി എത്തുന്നു. അവയിൽ നിന്ന് ഇറക്കി വയ്ക്കുന്ന മൃതദേഹങ്ങൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന കുഴികളിലേക്ക് ആചാരപ്രകാരം എല്ലാ പ്രാർത്ഥനകളും നൽകിക്കൊണ്ട് അവരെ യാത്രയാക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രാർത്ഥനകൾ പൂർത്തിയാക്കി എല്ലാവരെയും സംസ്കരിച്ചു കഴിഞ്ഞു. അമീൻ. സുജയ, ആദ്യഘട്ടത്തിൽ 16 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണാർത്ഥത്തിലുള്ള 15 മൃതദേഹങ്ങൾ കൂടി കൊണ്ടുവരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ സുജയ, ഇപ്പോൾ വന്ന ആംബുലൻസ് നിരകളിൽ നിന്ന് കൊണ്ടുപോയ ചില മൃതദേഹങ്ങൾ കാണുമ്പോൾ അതിൽ ചിലത് ശരീരഭാഗങ്ങൾ മാത്രമാണോ എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം കവറിൽ പൊതിഞ്ഞു കൊണ്ടുപോയ 2 സ്ട്രെച്ചറിൽ 2 ശരീരഭാഗങ്ങൾ, അത് കവറിൽ പൊതിഞ്ഞു കൊണ്ടുപോയത് ശരീരഭാഗങ്ങൾ എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ആകൃതി അതിനില്ല. ഇത് മാത്രമല്ല, കവറിൽ പൊതിഞ്ഞു മടക്കി വെച്ചിരിക്കുകയാണ്. ആരുടെയൊക്കെയോ കൈകളാകാം, ആരുടെയൊക്കെ കാലുകളാകാം, ആരുടെയൊക്കെയോ അരയ്ക്ക് താഴേക്കുള്ള ഭാഗമാകാം, ആരുടെയൊക്കെ അരയ്ക്ക് മേൽപോട്ടുള്ള ഭാഗമാകാം. തലയില്ലാത്ത ബോഡി മാത്രമായിരിക്കാം. ഇപ്പോൾ കൊണ്ടുവരുന്നത് ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള മൃതദേഹമായിരിക്കാം. ഒരു ആദ്യം കൊണ്ടുവന്ന മൃതദേഹം ചെറുതായിരുന്നു. ഒരുപക്ഷെ അത് കുട്ടിയുടേതായിരിക്കാം. അതല്ലെങ്കിൽ കാലുകളില്ലാത്തത് കൊണ്ട് ചെറുതായി നമുക്ക് തോന്നുന്നതായിരിക്കാം. അതിനുശേഷം കൊണ്ടുവന്ന 2 സ്ട്രെച്ചറുകളിൽ കൊണ്ടുവന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വെച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി വേണമെങ്കിൽ പ്രേക്ഷകരിലേക്ക് നമുക്കൊന്ന് കാണിക്കുകയും ചെയ്യാം. അത് കണ്ടാൽ ഒരു ശരീരത്തിൻ്റെ ആകൃതിയില്ല, പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ശരീരത്തിൻ്റെ സാഹചര്യം കാണാനാകില്ല. ഇതുപോലെ കവറിൽ ഒരു പക്ഷേ ശരീരഭാഗങ്ങളായിരിക്കാം. ചന്നഭിന്നം ചിന്നിച്ചിതറി പലയിടത്തായി തെറിച്ചുപോയ ശരീരഭാഗങ്ങൾ പെറുക്കിയെടുത്ത് മോർച്ചറിയിൽ സൂക്ഷിച്ച ഭാഗങ്ങളായിരിക്കാം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവുക.
അതോരോ ശരീരഭാഗവും ആ അർത്ഥത്തിൽ ഒരു മൃതദേഹമായി തന്നെ കണക്കിലെടുത്ത് പരിഗണിച്ചാണ് സംസ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നെഞ്ചുലയ്ക്കുന്ന, ഉള്ളുലയ്ക്കുന്ന, കണ്ടു നിൽക്കാനാകാത്ത തരത്തിലുള്ള കാഴ്ച. അതൊരു കാഴ്ചയെന്ന് പറയാനാകില്ല. അത് വല്ലാത്തൊരു, ഇവിടെ നിൽക്കുന്ന മനുഷ്യരോടുള്ള വല്ലാത്തൊരു കാലത്തിൻ്റെ ചെയ്ത്താണ്, വിധിയുടെ ചെയ്ത്താണ് എന്നതിനപ്പുറത്തേക്ക് അതിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. ആ തരത്തിൽ ആദ്യഘട്ട നടപടികൾ ഏതായാലും പൂർത്തിയായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന മൃതദേഹങ്ങളുടെ സംസ്കാരം പൂർത്തിയായിരിക്കുന്നു. സർവ്വമത പ്രാർത്ഥനയോടെ, സർക്കാരിൻ്റെ ആദരവോടെ പുഷ്പചക്രം മന്ത്രിമാർ സമർപ്പിച്ചുകൊണ്ട് അവരെ കുഴിമാടത്തിലേക്കെടുത്തു. ബന്ധപ്പെട്ടവർ, സുഹൃത്തുക്കൾ, ഉടയവർ ഒക്കെയായിട്ടുള്ളവർ, സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് മനുഷ്യത്വത്തിൻ്റെ മണ്ണിട്ടവരെ മൂടുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നിരവധി ആംബുലൻസുകൾ വീണ്ടും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയുള്ള മൃതദേഹങ്ങൾ, പൂർണ്ണാർത്ഥത്തിലുള്ള മൃതദേഹങ്ങൾ കൂടി ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ 180ഓളം ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കൈകൾ മാത്രം പെറുക്കിയെടുത്തവ, കാലുകൾ മാത്രം പെറുക്കിയെടുത്തവ, ഒരുപക്ഷെ കഴുത്തിന് മുകളിലേക്ക് മാത്രം, തലയില്ലാതെ കഴുത്തിന് താഴേക്ക് മാത്രമുള്ളവ, അരയ്ക്ക് വെച്ച് രണ്ടായി പിളർന്നു പോയി അരയ്ക്ക് മുകളിലും അരയ്ക്ക് താഴെയും മാത്രമുള്ളവ, അങ്ങനെ നമ്മൾ കാണാനോ നമ്മൾ കേൾക്കാനോ നമ്മൾ ഒരിക്കലും കടന്നു പോകാനോ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള മനുഷ്യരിങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് കാലം ഓരോരുത്തർക്കും നൽകുന്നൊരു ഓർമ്മയായിട്ട് വേണമെങ്കിൽ അതിനെ എടുക്കാം, ഒരു പാഠമായിട്ട് അതിനെ എടുക്കാം. ഇങ്ങനെയും സംഭവിക്കാം, ഇങ്ങനെയും സംഭവിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് പ്രകൃതി, കാലം. അത് വയനാട്ടിലൂടെ, മേപ്പാടിയിലൂടെ, മുണ്ടക്കയത്തിലൂടെ, പുഞ്ചിരിമട്ടത്തൂടെ ഒക്കെ ആളുകളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണാം ആംബുലൻസിൽ നിന്ന് മൃതദേഹങ്ങൾ. ഇപ്പോൾ കൊണ്ടുവരുന്നതും ഒരു മൃതദേഹമെന്ന് പറയാനാകില്ല. അതും കവറിൽ മൂടിക്കെട്ടി പൊതിഞ്ഞു വെച്ച ഏതോ ഒരു മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളായിരിക്കാം. ഒരു കാലായിരിക്കാം, ഒരു കൈയായിരിക്കാം, ശരീരത്തിൻ്റെ ഏതോ ഒരു ഭാഗം. ഏതോ ഒരു മനുഷ്യന് വയനാടിൻ്റെ പല മടക്കുകളിലൂടെ ഓടിച്ചാടി നടക്കുന്നതിന് മനുഷ്യന് കരുത്ത് പകർന്നവൻ്റെ ഭാഗങ്ങളിൽ ഏതോ ഒരു അവയവം പ്ലാസ്റ്റിക് കവറിൽ കൂട്ടിക്കെട്ടി പെറുക്കിയെടുത്ത് കൊണ്ടുവരുന്ന ഒരു കാഴ്ച സുജയ.